നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അധികാര ദുർവിനിയോഗം എന്നതിന്റെ ഒരു ഉദാഹരണമാണോ ഈ കാണുന്നത് എന്നുള്ളൊരു സംശയമുണ്ട്. അതായത് ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷിക്കുന്ന പ്രത്യേക സംഘത്തിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥന് CPM സ്ഥാനാർത്ഥിയായി ഒരു അവസരം നൽകുന്നു. നമുക്കറിയാം, ADM നവീൻ ബാബു എന്ന് പറയുന്ന മനുഷ്യൻ മരണപ്പെട്ട ആ സമയത്ത് മുതൽ ഇന്ന് വരെ അദ്ദേഹത്തിന്റെ മരണത്തിന് പിന്നിൽ CPMന്റെ ഏറ്റവും കൃത്യമായിട്ടുള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഒരു ആരോപണം നിലനിൽക്കുന്നുണ്ട്. PP ദിവ്യയുടെ ധാർഷ്ട്യം തന്നെയാണ് അദ്ദേഹത്തിന്റെ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്ന് വിശ്വസിക്കുന്ന ഒരു പറ്റം മലയാളികളാണ് കേരളത്തിലുള്ളത്. തന്റെ ഭർത്താവിന്റെ മരണത്തിന് കൃത്യമായിട്ടുള്ള ഉത്തരം പറയിപ്പിക്കേണ്ടതുണ്ട്, നീതി നൽകേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ADM നവീൻ ബാബുവിന്റെ ഭാര്യയും കുടുംബവും ഇപ്പോഴും സജീവമായി നിൽക്കുന്നതിനെയാണ് ഇപ്പോൾ അപ്രതീക്ഷിതമായിട്ടുള്ള തീരുമാനം. ഒരു പാർട്ടിക്ക് അവരുടെ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കാനുള്ള തീരുമാനമുണ്ട് എങ്കിലും ഇവിടെ ഏറ്റവും കൂടുതൽ വിരോധാഭാസമായിട്ട് അല്ലെങ്കിൽ ജനങ്ങളുടെ ആശങ്കയായിട്ട് മാറുന്നത് ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷിച്ച പ്രത്യേക സംഘത്തിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥനെയാണ് CPM സ്ഥാനാർത്ഥിയാക്കിയത് എന്നുള്ളതാണ്. ഇത് ചെയ്തു കൊടുത്ത ജോലിക്കുള്ള കൂലിയാണോ എന്നുള്ളൊരു ആക്ഷേപമാണ് നിലവിലത്തെ സാഹചര്യത്തിൽ ഉയരുന്നത്. അസിസ്റ്റന്റ് കമ്മീഷണറായിരുന്ന TK രത്നകുമാറിനെയാണ് ശ്രീകണ്ഠപുരം നഗരസഭാ ചെയർമാൻ സ്ഥാനത്തേക്ക് CPM മത്സരിപ്പിക്കാൻ തീരുമാനിച്ചത്. ജോലിയിൽ നിന്ന് വിരമിച്ചതോടെയാണ് രത്നകുമാർ സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയതെങ്കിലും ADM നവീൻ ബാബുവിന്റെ കേസിൽ നിർണായകമായിട്ടുള്ള ഇടപെടൽ നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇദ്ദേഹം എന്നതാണ് ഇപ്പോൾ രാഷ്ട്രീയ നേതാക്കന്മാർ അല്ലെങ്കിൽ എതിർ വിഭാഗങ്ങൾ പറയാൻ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട പോയിന്റ്. കണ്ണൂർ റേഞ്ച് IG-യുടെ മേൽനോട്ടത്തിൽ സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ, അസിസ്റ്റന്റ് കമ്മീഷണറായിരുന്ന രത്നകുമാർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ADM നവീൻ ബാബുവിന്റെ മരണം അന്വേഷിച്ചിരുന്നത്. മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന PP ദിവ്യയാണ് കേസിലെ ഏക പ്രതി എന്നത് ശ്രദ്ധേയം. അന്വേഷണം ശരിയായ രീതിയിലല്ലായിരുന്നു എന്നും തുടരന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് നവീൻ ബാബുവിന്റെ കുടുംബം കോടതിയെ സമീപിച്ചുകൊണ്ടിരിക്കുകയാണ്. CPMന്റെ ഉറച്ച കോട്ടയായിട്ടുള്ള കോട്ടൂർ വാർഡിലാണ് ഇതേ അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള രത്നകുമാറിനെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. മാർച്ചിലാണ് രത്നകുമാർ വിരമിക്കുന്നത്. പോലീസിൽ ചേരുന്നതിന് മുൻപ് ശ്രീകണ്ഠപുരം സൊസൈറ്റി കോളേജിൽ അധ്യാപകനും കോട്ടൂർ യുവതാര ക്ലബിന്റെ വോളിബോൾ താരവുമായിരുന്നു ഇദ്ദേഹം. രത്നകുമാറിനെ സ്ഥാനാർത്ഥിയാക്കിയതിനെതിരെ കോൺഗ്രസ് എന്തായാലും അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. മത്സരിക്കാൻ ടിക്കറ്റ് നൽകിയത് ഉദ്ദിഷ്ടകാര്യം സാധിച്ചു കൊടുത്തതിന്റെ ഉപകാരസ്മരണയാണ് എന്ന് DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് ആരോപിച്ചു. അതേസമയം കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് CPM ശ്രീകണ്ഠപുരം ഏരിയ കമ്മിറ്റി രത്നകുമാറിന് ഉൾപ്പെടെയുള്ളവരുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത്. ശ്രീകണ്ഠാപുരം നഗരസഭയിൽ ഉൾപ്പെടുന്ന കോട്ടൂർ സ്വദേശിയാണ് രത്നകുമാർ. നിലവിൽ കണ്ണൂരിൽ തന്നെയാണ് താമസം. CPMന്റെ ശക്തി കേന്ദ്രമാണ് കോട്ടൂർ വാർഡ്. കുറ്റപത്രം സമർപ്പിച്ചതിനു ശേഷം ഈ വർഷം മാർച്ചിൽ വിരമിക്കാനിരിക്കുന്നതിനിടെയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ ഇദ്ദേഹത്തിന്റെ പേര് കൂടെ പറഞ്ഞത്. കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണം തുടക്കം മുതൽ തന്നെ അന്വേഷിച്ച രത്നകുമാറിന്റെ ഇടപെടൽ അത് കേസിൽ ഇത്തരത്തിലൊരു വിവാദമുണ്ടാകാനുള്ള ഒരു സാഹചര്യം ഒരുക്കിയിട്ടുണ്ടോ എന്നുള്ള സംശയമുണ്ട്. ഏതായാലും കേസന്വേഷണത്തിൽ തുടക്കം മുതൽ തന്നെ സജീവമായിരുന്ന രത്നകുമാർ പിന്നീട് ആഭ്യന്തര വകുപ്പ് പ്രത്യേക അന്വേഷണ സംഘം രൂപവൽക്കരിച്ചപ്പോൾ അതിലും അംഗമായിരുന്നു എന്നത് ചൂണ്ടിക്കാണിക്കേണ്ടിയിരിക്കുന്നു. പ്രതിയായ അന്നത്തെ ജില്ലാ പ്രസിഡന്റ് പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യയെ രക്ഷിക്കാൻ CPMും സർക്കാരും കേസ് അട്ടിമറിക്കുന്നു എന്നുള്ളതായിരുന്നു നവീൻ ബാബുവിന്റെ കുടുംബം ആരോപിച്ചത്. ഇത്തരം ആരോപണങ്ങൾ നിലനിൽക്കുന്നതിനിടെ കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥൻ CPM സ്ഥാനാർത്ഥിയായി എന്നത് വിരോധാഭാസമാണ്, ചർച്ചയാകുകയാണ്. അതേസമയം നവീൻ ബാബു കേസ് അന്വേഷിച്ചതിനുള്ള CPMന്റെ ഉപകാരസ്മരണയാണ് എന്നുള്ള DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജിന്റെ പ്രതികരണം ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഏറെ ശ്രദ്ധേയമാകുന്നുണ്ട്. അതുമാത്രമല്ല, CPMനെ സമ്മർദ്ദത്തിലാക്കിയ PP ദിവ്യ പ്രതിയായ നവീൻ ബാബു കേസും പാനൂരിലെ രക്തസാക്ഷി വിവാദവും തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ചർച്ചയാകില്ലെന്ന് ആണ് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാകേഷ് ഈ പ്രതികരണങ്ങളോടൊക്കെ മറുപടിയായിട്ട് പറയുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFനെ ജനം തിരസ്കരിക്കും എന്ന ആത്മവിശ്വാസത്തിലാണ് അദ്ദേഹം. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന വികസനമാണ് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാൻ പോകുന്നതെന്നും സംസ്ഥാന പദ്ധതികൾ പോലും നടപ്പാക്കാത്തതും അഴിമതിയും കെടുകാര്യസ്ഥിതിയും നിറഞ്ഞതാണ് കഴിഞ്ഞ 5 വർഷത്തെ കണ്ണൂർ കോർപ്പറേഷൻ ഭരണമെന്നുമാണ് രാകേഷ് ആരോപിച്ചത്.
ഒരു തരത്തിലുള്ള വർഗീയതയുമായിട്ട് ഇടതുപക്ഷത്തിന് സന്ധിയില്ല എന്നും കെ രാഗേഷ് കൂട്ടിച്ചേർത്തു. 2024 ഒക്ടോബർ 15 കണ്ണൂർ ADM ആയിരുന്ന കെ നവീൻ ബാബു എന്ന് പറയുന്ന മനുഷ്യൻ ക്വാർട്ടേഴ്സിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. വിരമിക്കാൻ 7 മാസം മാത്രം ബാക്കി നിൽക്കെയായിരുന്നു അദ്ദേഹം സ്വന്തം ജന്മനാട്ടിലേക്ക് സ്ഥലം മാറ്റം കിട്ടിയ നവീൻ ബാബു താമസ സ്ഥലത്ത് സ്വന്തം ജീവൻ ഒടുക്കുന്നത്. സ്ഥലം മാറിപ്പോകുന്നതിന് മുൻപ് കഴിഞ്ഞ ഒക്ടോബർ 14 വൈകിട്ട് 4 കളക്ടറേറ്റിൽ നടന്ന യാത്രയയപ്പ് യോഗത്തിൽ ക്ഷണിക്കാതെ വന്നിട്ടുള്ള PP ദിവ്യ നടത്തിയ പ്രസംഗമായിരുന്നു അദ്ദേഹത്തെ മാനസികമായി തളർത്തിയതും മരണത്തിലേക്ക് അല്ലെങ്കിൽ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നുമായിരുന്നു കുറ്റപത്രം പോലും. ജില്ലയിലെ പെട്രോൾ പമ്പിന്റെ NOCക്ക് AGM കൈക്കൂലി വാങ്ങിയെന്ന നിലയ്ക്കായിരുന്നു സഹപ്രവർത്തകർക്ക് മുൻപിൽ ദിവ്യ ഒരു പ്രസംഗം നടത്തിയത്. ഇതിൽ മനനൊന്താണ് ഒക്ടോബർ 15 രാവിലെ താമസ സ്ഥലത്ത് ADM നവീൻ ബാബു തന്റെ ജീവനൊടുക്കിയത്. ഇദ്ദേഹത്തെ മരിച്ച നിലയിൽ പിന്നീട് കണ്ടെത്തുകയായിരുന്നു. ഇതേ തുടർന്ന് വലിയ രീതിയിലുള്ള സമരങ്ങളടക്കം കണ്ണൂരിലടക്കം ഉണ്ടായിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, CPM ജില്ലാ കമ്മിറ്റി അംഗം എന്നീ സ്ഥാനത്ത് നിന്ന് ഈ വിഷയത്തിൽ ദിവ്യയെ നീക്കേണ്ടി വരുന്ന സാഹചര്യം അടക്കമുണ്ടായി. മരണവുമായി ബന്ധപ്പെട്ട കേസിലെ ഏക പ്രതിയായ PP ദിവ്യ കുറച്ചുകാലം ജയിലിലായിരുന്നു എന്നതുമുണ്ട്. ADM കൈക്കൂലി വാങ്ങിയില്ലെന്നാണ് റവന്യൂ വിജിലൻസ് അന്വേഷണത്തിൽ പിന്നീട് കണ്ടെത്തിയത്. പ്രത്യേക അന്വേഷണ സംഘം സമർപ്പിച്ച കുറ്റപത്രത്തിലും കൈക്കൂലിക്ക് തെളിവുണ്ടായിരുന്നില്ല. പമ്പിന്റെ NOCക്ക് കൈക്കൂലി വാങ്ങിയെന്ന് ആരോപിച്ച് പമ്പുടമ TV പ്രശാന്തിന്റെ പേരിൽ മുഖ്യമന്ത്രിക്ക് നൽകിയ വ്യാജകത്ത് പമ്പുടമയുടെ ബിനാമി ഇടപാട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ കാര്യമായിട്ട് അന്വേഷിച്ചില്ല എന്നതാണ് പിന്നീട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ രീതിയിൽ ഉയർന്ന വിവാദം. ആത്മഹത്യയാണോ അല്ലയോ എന്നത് മാത്രമാണ് അന്വേഷിച്ചതെന്നും ഇതിന് പോലീസ് കൃത്യമായി മറുപടി പറയേണ്ടെന്ന സാഹചര്യമുണ്ട് എന്നും പിന്നീട് വിമർശനം ചൂണ്ടിക്കാണിക്കേണ്ടി വന്നിട്ടുണ്ട്. ദിവ്യക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി കുറ്റപത്രം സമർപ്പിച്ചതല്ലാതെ ഗൂഢാലോചനയെന്നും കാര്യമായിട്ട് ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ അന്വേഷിച്ചിട്ടില്ല എന്നുള്ളതാണ് നവീൻ ബാബുവിന്റെ കുടുംബം ഈ വിഷയത്തിൽ ചൂണ്ടിക്കാണിച്ച് പിന്നീട് പരാതിയായിട്ട് രംഗത്ത് വന്നത്. തുടരന്വേഷണം ആവശ്യപ്പെട്ട് നവീന്റെ ഭാര്യ മഞ്ജുഷ നൽകിയ ഹർജി തലശ്ശേരി സെഷൻസ് കോടതിയുടെ പരിഗണനയിൽ നിൽക്കുകയാണ്. നവീന്റേത് കൊലപാതകമെന്ന് ആരോപിച്ച് സുപ്രീം കോടതിയിൽ വരെ നൽകിയ ഹർജികൾ തള്ളിയതോടെ തുടരന്വേഷണം എന്ന നിലയ്ക്ക് വീണ്ടും കുടുംബം വിചാരണ കോടതിയെ സമീപിക്കുകയായിരുന്നു. പ്രതി PP ദിവ്യയോട് ഡിസംബർ 16 ഹാജരാകാൻ ആവശ്യപ്പെട്ട സാഹചര്യവുമുണ്ട്. കേസിന്റെ ആദ്യഘട്ടത്തിൽ ആവശ്യപ്പെട്ട കാര്യങ്ങളെല്ലാം അന്വേഷണ പരിധിയിൽ ഉണ്ട് എന്നാണ് അന്വേഷണ സംഘം കോടതിയിൽ ബോധിപ്പിച്ചിരുന്നത് എങ്കിലും അഡീഷണൽ കുറ്റപത്രം സമർപ്പിച്ചപ്പോൾ കേസിൽ വളരെ നിർണായകമായ പോയിന്റുകൾ അന്വേഷിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കുകയും നവീൻ ബാബുവിന്റെ കുടുംബം ഇത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുകയായിരുന്നു. 13 കാര്യങ്ങൾ അന്വേഷിക്കണമെന്നാണ് ആദ്യം ആവശ്യപ്പെട്ടിരുന്നത്. മരണത്തിൽ ഗൂഢാലോചനയുണ്ടെന്നത് വ്യക്തമാണ്. പമ്പുടമ TV പ്രശാന്ത് നവീൻ ബാബുവിനെ വിളിച്ചതുമായി ബന്ധപ്പെട്ട ടെലിഫോൺ സംഭാഷണങ്ങൾ ഹാജരാക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. CPM നേതാവും കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായിട്ടുള്ള PP ദിവ്യയുടെയും കളക്ടറുടെയും പൂർണ്ണ വിവരങ്ങൾ കുറ്റപത്രത്തിൽ ഉണ്ടായിരുന്നില്ല. ദിവ്യയുടെ ഭർത്താവ് അജിത്തിന്റെ ഫോൺ വിവരങ്ങൾ മാത്രമാണ് ഹാജരാക്കിയിരുന്നത്. സംഭവത്തിൽ നീതി ലഭിക്കുന്നതിനായി നിയമത്തിന്റെ എല്ലാ വഴികളും തേടുമെന്നും കുടുംബം വ്യക്തമാക്കി രംഗത്ത് നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇതേ കേസിൽ അന്വേഷണം നടത്തിയിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥനെ CPMന്റെ സ്ഥാനാർത്ഥിയായിട്ട് പാർട്ടി പ്രഖ്യാപിച്ചിരിക്കുന്നത്.